CMRL എക്സാലോജിക് ഇടപാടിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പിന്നാലെ ഇഡിയും ചോദ്യം ചെയ്യുന്നതിൽ തീരുമാനം ഉടൻ ഉണ്ടായേക്കും. SFIOയുടെ കുറ്റപത്രം വിശകലനം ചെയ്ത ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. കേസിൽ നേരത്തെ CMRL ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. കൊച്ചിയിൽ നിന്ന് ബിനിലാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ബിനിൽ, ഇന്നൊരു ദേശീയ പത്രത്തിന് നൽകിയ ദേശീയ പത്രം റിപ്പോർട്ട് ചെയ്തതനുസരിച്ചാണ് ഇഡി കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തുന്നുണ്ട്, SFIOയുടെ കുറ്റപത്രം പരിശോധിക്കാൻ പോവുകയാണ് എന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെയൊക്കെ കണ്ടതുപോലെ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി മാത്രമല്ല, മറ്റ് ഏജൻസികൾ കൂടി ഈ കേസിലേക്ക് വരികയാണ്. PMLA അടക്കമുള്ള കാര്യങ്ങളാണ് ഇഡി അന്വേഷിക്കാൻ പോകുന്നത്. ആര്യ, ഈ SFIOയുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ CMRLന്റെ പണമിടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. കൊച്ചി ഇഡി ഓഫീസിൽ ECIR രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ അവർ ആ അന്വേഷണത്തിലേക്ക് പോയിരുന്നതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരുന്നു ശശിധരൻ കർത്തയെ ആലുവയിലെ വീട്ടിലെത്തി മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ED വിധേയമാക്കിയത്. അത് ഈ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ ആദ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതായത് SFIO അന്വേഷണത്തിന് കൈമാറുന്നതിന് തൊട്ടു മുൻപ് ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ കമ്പനി ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളുടെ ഉണ്ടായിട്ടുണ്ട് എന്ന പ്രാഥമിക റിപ്പോർട്ട് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണക്കിലെടുത്തുകൊണ്ട് ഒരു അന്വേഷണം തുടങ്ങി വെച്ചിരുന്നതാണ്. പിന്നീട് ആ അന്വേഷണം കാര്യമായി മുന്നോട്ട് പോയില്ല. പ്രത്യേകിച്ച് SFIOയുടെ അന്വേഷണം ഒരു വഴിക്ക് നടക്കുന്നു. കേരള ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട CMRL ഹർജി നൽകുന്നു, ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ നിയമപരമായ കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളും ഏതാണ്ട് മരവിപ്പിച്ച് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ ഇപ്പോൾ SFIO അവരുടെ അന്തിമ റിപ്പോർട്ട് കൊച്ചിയിലെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തുടർ നടപടിയിലേക്ക് പോവുക, അതാണ് എൻഫോഴ്സ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അതായത് അവരെവിടെയാണോ നിർത്തിയത് അവിടെ നിന്ന് വീണ്ടും മുന്നോട്ട് പോവുക എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്ന് അവർ മുന്നോട്ട് പോകുമ്പോൾ അവർ എത്താൻ പോകുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയിലേക്കാണ്. കാരണം വീണയ്ക്ക് അടക്കം എതിരെയുള്ള അന്തിമ റിപ്പോർട്ടാണ് SFIO കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ റിപ്പോർട്ട് കൊച്ചി അഡീഷണൽ സെഷൻസ് കോടതി 7ന്റെ പരിഗണനയിലാണുള്ളത്. ആ റിപ്പോർട്ട് കോടതി സ്വീകരിച്ചിട്ടില്ല. രേഖകളുടെ പരിശോധനകളൊക്കെ നടന്നു വരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എക്സാലോജിക് CMRL ഇടപാട് മാത്രമല്ലല്ലോ SFIOയുടെ അന്വേഷണത്തിൽ വന്നിട്ടുള്ളത്. അതല്ലാതെ 182 കോടി മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്ക്, സാമുദായിക സംഘടനകൾക്കൊക്കെ നൽകിയതും SFIO അന്വേഷണത്തിൽ വന്നിരുന്നു. അപ്പോൾ ED അതുകൂടി കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ നേതാക്കളും ആരോപണ വിധേയരായി ഉണ്ട്. ആ വിഷയം കൂടി ED പരിഗണിക്കുമോ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഹൈക്കോടതി ഉത്തരവുണ്ട്. ആ ഹൈക്കോടതി ഉത്തരവ് വിജിലൻസ് അന്വേഷണം ചോദ്യം ചെയ്തുള്ള ഹർജി തള്ളിക്കൊണ്ടുള്ള ആ ഉത്തരവാണ്. അതിലെ ഒരു വാചകം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഏതെങ്കിലും ഒരു കടലാസിൽ എഴുതി വെക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അത് തെളിവ് നിയമത്തിന്റെ ഭാഗമല്ല. അതുകൊണ്ട് അതിലൊരു അന്വേഷണവും സാധ്യമല്ല. അതായത് ആ ഡയറിയെ കുറിച്ചാണ് ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഡയറിക്കുള്ളിലെ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഒരു കാരണവശാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. പക്ഷേ CMRLും എക്സാലോജിക്കും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ, ആ സാമ്പത്തിക ഇടപാടുകൾക്ക് കൃത്യമായ കണക്കുണ്ട്. രണ്ടു കൂട്ടരും സമ്മതിക്കുന്ന സാമ്പത്തിക ഇടപാടാണ്. അതുകൊണ്ട് തന്നെയാണ് SFIOയുടെ അന്വേഷണം കൃത്യമായും നടന്നിരിക്കുന്നത്. ഈ CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടാണ്. ആ സാമ്പത്തിക ഇടപാട് അന്വേഷിക്കാനാണ് ഷോൺ ജോർജ് പരാതി നൽകിയത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നത് അത് തന്നെയാണ്. അതായത് ആ രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയിരിക്കുന്ന